ഇനി എനിക്ക് മറുപടി പറയാൻ അവസരം നൽകുമോ, അതോ അങ്ങയുടെ തന്നെ ഗിരിപ്രഭാഷണം തുടർന്ന് ഞാൻ ഇത് കേൾക്കണോ? എന്താ വേണ്ടേ? അല്ല, അങ്ങയുടെ ഗിരിപ്രഭാഷണം തുടങ്ങോളൂ. മതത്തെ ഉപയോഗിച്ച് തീവ്രവാദ പ്രവർത്തനം നടത്തി രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന ഈ മതതീവ്രവാദ സംഘത്തിൽപ്പെട്ട SDPI മുതൽ RSS വരെയുള്ളവന്റെ ഒറ്റ ഒരുത്തന്റെയും പിന്തുണയും വോട്ടും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാവണ്ടേ മതനിരപേക്ഷ രാഷ്ട്രീയത്തിൽ നമ്മൾ ഇടപെടാനും പ്രവർത്തനം നടത്താനും? അതിനു മുമ്പിൽ നട്ടല് വളച്ച് മുട്ടിലിഴഞ്ഞ് വിളക്ക് കൊളുത്താനും കാവൽക്കാരും നല്ല രാഷ്ട്രീയമാണ്, നല്ലൊരു ഐഡിയൽ രാഷ്ട്രീയമാണ് ജെയ്ക്ക് പറയുന്നത്. പക്ഷേ ജെയ്ക്ക് ഒരുപാട് ഭൂതകാലത്തൊന്നുമല്ല. ഇപ്പം പി മുജീബുർ റഹ്മാൻ CPM-നെ വെല്ലുവിളിച്ച് നിങ്ങൾക്ക് ജമാഅത്തിന് ബന്ധമില്ല ചോദിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? കാലത്തോളം ജമാഅത്തെ ഇസ്ലാമി നിങ്ങൾക്ക് പിന്തുണ നൽകിയവരാണ്, നിങ്ങൾക്ക് ദീർഘകാലങ്ങളിൽ വോട്ട് നൽകിയവരാണ്, നിങ്ങൾ അവരെ പുകഴ്ത്തിയവരാണ്, നിങ്ങൾ അവരുടെ അമീറുമായി കൂടിക്കാഴ്ച നടത്തിയവരാണ്, നിങ്ങൾ അവരുടെ വോട്ട് വാങ്ങുകയും നിങ്ങൾ അവരെ വാഴ്ത്തി നിങ്ങളുടെ പാർട്ടി മുഖപത്രത്തിൽ ലേഖനം എഴുതിയ പാർട്ടിയാണ്. എന്നിട്ട് നിങ്ങൾക്ക് പിന്തുണ തരുമ്പോൾ ഇവരൊക്കെ നല്ല കുട്ടികൾ, നിങ്ങൾക്ക് പിന്തുണ ഇല്ലെങ്കിൽ അവർ ആഗോള ഭീകരവാദികൾ. ഇത് ഇരട്ടത്താപ്പല്ലേ? ഈ ഐഡിയൽ രാഷ്ട്രീയം പറയാനുള്ള അവകാശം CPM-നുണ്ടോ ജെയ്ക്ക്? ഈ ജമാഅത്തെ ഇസ്ലാമി സംഘം ഇടതുപക്ഷത്തോട് അടിയന്തരാവസ്ഥാനന്തര കാലയളവിൽ ഇന്ത്യയിൽ ഉയർന്നു വന്നിട്ടുള്ള പശ്ചാത്തലത്തിന്റെ ഭാഗമായിട്ട് ഇടതുപക്ഷത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം. ഇടതുപക്ഷത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം. ഉണ്ടായിട്ടുണ്ട്. ഖലീഫമാരുടെ ആ കാലം കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ദുഷ്ടശക്തികളൊന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോപിക്കുന്ന ഇതേ ജമാഅത്തെ ഇസ്ലാം അമീറുമായി ഇതേ പിണറായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ഇതേ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് കിട്ടിയതിന് നന്ദി പറഞ്ഞിട്ടുണ്ട് ഇതേ പിണറായി. ജമാഅത്തെ ഇസ്ലാമെ വാഴ്ത്തി എഡിറ്റോറിൽ എഴുതിയ ഏക പാർട്ടി നിങ്ങളുടെ പാർട്ടിയാണ്. ജെക്സി തോമസ് രാവിലെ ഞാൻ ഓരോരുത്തന്മാർ കെട്ടിയെടുത്തോളൂ, പൂവും കായും. ഇവിടെ കൊടിയേരി ബാലകൃഷ്ണൻ ഇപ്പോഴത്തെ അമീറുമായും T ആരിഫലുമായി നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തുണ്ട്. അബ്ദുൽ അസീസുമായി പിണറായി വിജയൻ നടന്ന ചിത്രങ്ങൾ പുറത്തുണ്ട്. എന്റെ ചോദ്യവും നമ്മുടെ ചർച്ചയുടെ ആകത്തുകയും ഇപ്പൊ ഇടതുപക്ഷത്തിന് പൂർവ്വകാലത്തിൽ ഉണ്ട് എന്ന് ആരോപിക്കപ്പെടുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ഇരിക്കട്ടെ. ആരോപിക്കലല്ല, നക്ഷത്ര വെളിച്ചത്തിൽ നിങ്ങൾക്കുണ്ട്. ഇനി എനിക്ക് മറുപടി പറയാൻ അവസരം നൽകുമോ, അതോ അങ്ങയുടെ തന്നെ ഗിരിപ്രഭാഷണം തുടർന്ന് ഞാൻ ഇത് കേൾക്കണോ? എന്താ വേണ്ടേ? അല്ല, അങ്ങയുടെ ഗിരിപ്രഭാഷണം തുടങ്ങോളൂ.